ഫിസിയോളജിക്കൽ ഡെഫിസിറ്റ്സ് ഉള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട സർട്ടൻ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് പാർട്ട് 1, പാർട്ട് 2 ആയിട്ടായിരിക്കും ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കുറവായിരിക്കും, അവർക്ക് ഫെയിലിയർ ടു ത്രൈവ് ഉണ്ടാകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗ്യാസ്ട്രോ ഈസോഫാജിൽ റിഫ്ലക്സ് എന്ന് പറയുന്ന തികട്ട് ഭയങ്കര കൂടുതലായിരിക്കും. ഇൻവോളണ്ടറി ആയിട്ട് ഭക്ഷണം അന്നനാളത്തിലേക്ക് കയറി വന്ന് ചിലപ്പോൾ അത് തികട്ടി കക്കി വരുന്നുണ്ടാവും. ഇങ്ങനെ വരുന്നതിനെ തുടർന്ന് കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ പ്രയാസമായിരിക്കും. ആ ഭക്ഷണം കഴിക്കുന്നത് കുറവായതുകൊണ്ട് തന്നെ വെയിറ്റ് കുറവുമായിരിക്കും. ഇതുണ്ടാവാനുള്ള കാരണം അവരുടെ വയറിൻ്റെ മസിൽസിൻ്റെ ശക്തി കുറവ്, അവർക്ക് സ്ട്രക്ചറൽ ഡീഫോമിറ്റീസ് ചെസ്റ്റ് വാളിന് ഉണ്ടാകും, ലോവർ ഈസോഫാജൽ സ്ഫിങ്ക്ടർ എന്ന് പറയുന്ന അന്നനാളത്തിൻ്റെ ശക്തി കുറവൊക്കെ കാരണമാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കയറി വരുമ്പോൾ നമ്മൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് മസിലിൻ്റെ പവർ കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകൾ, അതോടൊപ്പം തന്നെ ആസിഡ് സെക്രീഷൻസ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, പിന്നെ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി കൂട്ടുക, കുഞ്ഞിൻ്റെ പൊസിഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുക തുടങ്ങിയ ബേസിക് മെഷേഴ്സ് ഒക്കെ ചെയ്തു നോക്കുന്നതായിരിക്കും. മെഡിസിൻസ് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഗ്യാസ്ട്രിക് കണ്ടൻസിൻ്റെ വിസ്കോസിറ്റി കൂട്ടിയിട്ട് ഈ റീഗർജിറ്റേഷൻ കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇത് ഫലവത്തായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ചില സർജറീസ് ഗ്രേഡ് 3 to grade 4 റിഫ്ലക്സിലോട്ട് പോകുന്നു. ഫെയിലിയർ ടു ത്രൈവ് ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് സർട്ടൻ സർജറീസ് വിൽ ബി ഡൺ ടു ഇംപ്രൂവ് ദ മസിൽ ടോൺ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം.